Hi dears, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് തന്നെ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ക്രീമി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബട്ടർസ്കോച്ച് പുഡിങ്ങിന്റെ വീഡിയോ ആയിട്ടാണ്. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കി എടുക്കാൻ, കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഒരു ഫ്രൈയിങ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. നട്ട്സ് ഒന്ന് കാരമൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയി കഴിയുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം, ലോയിലേക്ക് ആക്കി വെക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോയിട്ട് ഒരു കഴിക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഫ്ലെയിം ഞാനൊന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. ഇതിനെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ട് ഒരു ചെറുതായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് മാറി ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ ഇതിലേക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ബട്ടർ ചേർത്തിട്ടുണ്ട്. ബട്ടർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി കഴിയുമ്പോൾ 2 ടേബിൾ സ്പൂൺ നട്ട്സ് ചേർക്കാം. ഞാനിവിടെ കാഷ്യൂ നട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കാഷ്യൂ നട്ട് ഇല്ലെങ്കിൽ കപ്പലണ്ടി ചേർത്ത് കൊടുത്താൽ മതി. ഒരു 1-2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതിനെ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഒരു ഫോയിൽ പേപ്പറിലേക്കാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഒരു സ്റ്റീൽ പ്ലേറ്റിൽ കുറച്ച് ഓയിലൊന്ന് ആക്കിയിട്ട് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതൊഴിച്ച പാടെ തന്നെ ഒന്ന് നിരത്തി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് സെറ്റായി പോകും. ഇതിനി തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്ത് കഴിഞ്ഞിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് പൊടിക്കേണ്ട ആവശ്യമില്ല. ഒരു 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. 1/2 ലിറ്റർ പാലുണ്ട്. ഇതിലേക്ക് ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു ബട്ടർസ്കോച്ച് സോസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിലും മധുരമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഈ ഒരു ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കോൺഫ്ലോർ ഇല്ലെങ്കിൽ മൈദ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ മൈദയെക്കാട്ടിയും ഒന്നുകൂടെ നല്ല ക്രീമി ആയിട്ട് കിട്ടുന്നത് കോൺഫ്ലോർ ആണ്. 3 ടേബിൾ സ്പൂൺ നന്നായിട്ട് നിറച്ച് തന്നെ എടുത്തിട്ടുണ്ട്. എന്നിട്ടിത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്കുള്ള ബട്ടർസ്കോച്ച് സോസ് റെഡിയാക്കാം. അപ്പോൾ ഒരു ഫ്രൈയിങ് പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് മധുരം കൂടുതലായിട്ട് വേണ്ടെങ്കിൽ നേരത്തെ നമ്മൾ ഒരു പാലിലേക്ക് ചേർത്തിട്ടുള്ള മധുരം കുറച്ച് ചേർത്താൽ മതി. 1 ടേബിൾ സ്പൂണൊക്കെ ഒന്ന് കുറവായിട്ട് ചേർത്താൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് മെൽറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇത് നല്ലൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര കുറച്ചൊന്ന് മെൽറ്റ് ആയി കഴിയുമ്പോൾ മാത്രം മിക്സ് ചെയ്താൽ മതി. ഇപ്പോൾ നല്ലൊരു കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടറൊക്കെ ചേർക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ബട്ടറൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി കഴിയുമ്പോൾ ഇതിലേക്ക് ഇനി വിപ്പിംഗ് ക്രീമാണ് ഞാൻ ചേർക്കുന്നത്. വിപ്പിംഗ് ക്രീം ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, പാല് വേണമെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. ഒരു 4 ടേബിൾ സ്പൂണോളം വിപ്പിംഗ് ക്രീം ചേർത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് തണുപ്പ് മാറ്റിയിട്ടുള്ള പാല് 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇത് ഒഴിച്ച് കഴിയുമ്പോൾ ഒന്ന് കട്ട പിടിക്കുന്ന പോലെ തോന്നും. അത് കുഴപ്പമില്ല, നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ അതെല്ലാം നന്നായിട്ട് മെൽറ്റായി കിട്ടും. ഇപ്പോൾ അതൊക്കെ മെൽറ്റായിട്ട് നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിനി തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ക്രീമി ആയിട്ട് വരും. അപ്പോൾ ഇതിൽ നിന്ന് ഞാനൊരു 2-3 ടേബിൾ സ്പൂണോളം കുറച്ചൊന്ന് എടുത്ത് മാറ്റുന്നുണ്ട് ഒരു ബൗളിലേക്ക്. 2 ടേബിൾ സ്പൂൺ മാത്രമേ എടുത്ത് മാറ്റുന്നുള്ളൂ. അത് മുകളിലൊന്ന് പുഡിങ്ങിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ പുഡിങ് കഴിക്കുമ്പോൾ ആദ്യം തന്നെ ആ ഒരു ടേസ്റ്റ് കിട്ടും. അതെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ ബാക്കി വന്നിട്ടുള്ള ആ സോസിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പാലിൻ്റെയും കോൺഫ്ലോറിൻ്റെയും മിക്സാണ് ചേർക്കുന്നത്. അത് ചേർത്തുകൊണ്ട് തന്നെ ഇത് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും. അതുകൊണ്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തുകൊണ്ടേ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ചെയ്യണം. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇത് എല്ലാം ഒഴിച്ചിട്ട് കുറച്ച് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിക്കാക്കി എടുത്താൽ മതി.
മൊത്തത്തിൽ കോൺഫ്ലവറിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. ഇതിന് ഒരു ലൈറ്റായിട്ടൊരു കളറും ഉണ്ട്. നല്ലൊരു ടേസ്റ്റുമാണ്. ബട്ടർ സ്കോച്ചിൻ്റെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും ഈ പുഡിങ്ങിന് ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് നന്നായിട്ട് തിക്കായി വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഇത് നല്ലപോലെ തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് സെറ്റ് ചെയ്യാനുള്ള ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ ബൗളിലൊക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഓരോ പുഡിങ് ഒരു 5-6 ചെറിയ ബൗളിലൊക്കെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ചെറിയ ഗ്ലാസ്സോ കപ്പോ അങ്ങനെ ഏതിലെങ്കിലും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ട്രെയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എയർ ബബിൾസൊക്കെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് തണുക്കാനായിട്ട് വെക്കാം. തണുത്ത് കഴിയുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. നേരത്തെ ക്യാരമൽ ചെയ്തിട്ടുള്ള ആ നട്ട്സൊക്കെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കാം. കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ഒടിച്ചിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതയ്ക്കുന്ന അത് ഉപയോഗിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. പുഡിങ്ങൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നേരത്തെ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള സോസ് ഒഴിച്ചു കൊടുക്കാം. സോസും നല്ല ക്രീമി ആയിട്ട് നല്ല നമുക്ക് പൈപ്പ് ചെയ്യാൻ പറ്റുന്നുള്ള ആ ഒരു പാകത്തിനായിട്ടുണ്ട്. അത് ഇതേപോലെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നേരത്തെ ക്യാരമൽ ചെയ്ത് വെച്ചിട്ട് ആ പൊടിച്ചിട്ടുള്ള നട്ട്സാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. എന്തായാലും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്